അപ്പോൾ മൊഡ്യൂൾ 6 ഇതിൽ ലാൻഡ് സ്ലൈഡിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന 4 ഫിഗറിൽ ഹൊറിസോണ്ടലായിട്ട് കാണുന്നത് ഡിപ്പ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ താഴെ ചിലപ്പോൾ റോക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കാം, വേറെ എന്തെങ്കിലും ആവാം. ഇനി ഈ പറയുന്ന ലൈൻ ഓഫ് സ്ട്രൈക്ക് കണ്ടോ, മനസ്സിലായോ? നമ്മൾ ആ ഒരു പ്ലെയിൻ ഹൊറിസോണ്ടലാക്കി എടുത്തതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ആ ഒരു കോർണറിൽ വരുന്നതാണ് ലൈൻ ഓഫ് സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിൽ വരിക്കുന്നതായിരിക്കും ബെഡിങ് പ്ലെയിൻ. ചിലപ്പോൾ ബെഡിങ് പ്ലെയിൻ വെർട്ടിക്കൽ ആവാം, ബെഡിങ് പ്ലെയിൻ എന്താവാം, ഇൻക്ലൈൻഡ് ആവാം. Whether the bedding plane may be vertical or inclined depending upon the soil conditions. Okay, ക്ലിയർ ആയോ? ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്ട്രൈക്കൊക്കെ എന്താണെന്ന് ചോദിക്കാറുണ്ട് എക്സാമിന്. ഇതിൻ്റെ അകത്ത് ഈ മൊഡ്യൂൾ 1-ൻ്റെ സി എന്ന് പറയുന്ന പോർഷൻ മുതലാണ് നിങ്ങൾക്ക് ആ മൊഡ്യൂൾ കംപ്ലീറ്റ് വരുന്നത്. കണ്ടോ, മൊഡ്യൂൾ 1-ൻ്റെ ലാസ്റ്റ് 2015-കാരുടെ മൊഡ്യൂൾ 1-ൻ്റെ ലാസ്റ്റ് പോർഷൻസിലാണ് ഈ പറയുന്ന സാധനം വരുന്നത്. ഓക്കെ, ഓക്കെ, ലാൻഡ് സ്ലൈഡ്, മണ്ണിടിച്ചിൽ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ലാൻഡ് സ്ലൈഡ്. നിങ്ങളെല്ലാവരും കണ്ടിട്ടൊക്കെ ഉണ്ടാകും ലാൻഡ് സ്ലൈഡ് എന്താണെന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, എപ്പോഴും ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അവിടെ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ് ഓഫ് സോയിൽ ഓർ റോക്ക് മാസ്. എന്താണ് സിമ്പിൾ വേർഡിൽ പറഞ്ഞത്? എന്താണ് മൂവ്മെൻറ്റ് ഓഫ് സോയിൽ ആൻഡ് റോക്ക് മാസ്. സോയിലും റോക്ക് മാസിൻ്റെയും മൂവ്മെൻ്റ് ആണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഇവിടെ ഉരുൾപൊട്ടൽ എന്നൊക്കെ പറയാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഡ്രൈ ലാൻഡ് സ്ലൈഡും വെറ്റ് ലാൻഡ് സ്ലൈഡും എന്നൊക്കെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഡ്രൈ ആയിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാം, വെറ്റ് ഈ പറയുന്ന വാട്ടർ വരുന്നത്. നമുക്കിവിടെ ഡ്രൈ ഉണ്ടാവില്ല, ഈ പറയുന്ന പോലെ എന്താ ഉണ്ടാകത്തുള്ളൂ, വെറ്റ് ഉണ്ടാകത്തുള്ളൂ. കാര്യം വാട്ടർ വെള്ളം കൂടിയായിരിക്കും ഇത് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് ഒരു ടിപ്പിക്കൽ ഫിഗറാണ്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് വളരെ റിലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഈ സ്ലോപ്പ് സ്റ്റെബിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഫൈൻഡ് ചെയ്യാൻ പറ്റും എവിടെയാണ് ലാൻഡ് സ്ലൈഡ്. ഇപ്പോൾ ഒരു ഹില്ല് കണ്ടു കഴിഞ്ഞാൽ ആ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഹില്ലാണോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ, അല്ലെങ്കിൽ അതിൻ്റെ സോയിലിൻ്റെ സ്ട്രെങ്ത് ഒക്കെ ആക്ച്വലി നമുക്ക് ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ അകത്തൊരു ടേമാണ് സ്ലോപ്പ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഫെയിലിയർ ആയിരിക്കും അവിടെ ഒക്കർ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡിൻ്റെ പ്രൊഫൈലായിരിക്കും ഈ പറയുന്ന കാര്യം. ടോപ്പിൽ എപ്പോഴും കുറവായിരിക്കും മണ്ണിളവിപ്പോയ സ്ഥലം, മനസ്സിലായോ? അതാണ് മെയിൻ സ്ക്രാപ്പ് എന്ന് പറയും. ടോപ്പിൽ നിന്നായിരിക്കും ആ മണ്ണ് താഴോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ വലിയ ഏരിയ എവിടെ ആയിരിക്കും? ടോപ്പായിരിക്കും. വലിയ ഏരിയ എന്തായിരിക്കും? ടോപ്പായിരിക്കും, മുകൾ ഭാഗത്ത് നിന്ന്. അപ്പം ഒരു ഹില്ലിൻ്റെ എത്ര ഹൈറ്റ് കൂടുതലാണോ മണ്ണിളവ് വീഴുന്നത് അത്രത്തോളം ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും എന്തിന്? അവിടുത്തെ ലാൻഡ് സ്ലൈഡിന്. ഓക്കെ, ഏറ്റവും ടോപ്പിലെ ക്രൗൺ പോർഷനിൽ നിന്നാണ് പോകുന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ലാൻഡ് സ്ലൈഡ് ആയിരിക്കും ഉണ്ടാകും. താഴത്തോട്ട് വരുമ്പോൾ ലാൻഡ് സ്ലൈഡ് കുറയും. ഇപ്പോൾ ഇവിടെ ഒരു ലാൻഡ് സ്ലൈഡ് കാണിക്കുമ്പോൾ ടോപ്പ് മെയിൻ സ്ക്രാപ്പ് എന്ന് പറയാം, രണ്ടാമത് ഹെഡ് എന്ന് പറയാം. അപ്പോൾ താഴോട്ട് ഈ അഫക്റ്റഡ് ഏരിയ ആയിരിക്കും ഈ പറയുന്നത് ഏറ്റവും താഴെ കാണുന്നത്. കണ്ടോ? ഓക്കെ, ഈ ഫിഗർ പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫിഗറിൻ്റെ അതിൻ്റെ അകത്തുള്ള ടെക്നിക്കൽ നെയിംസ് ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ദെൻ അതിൻ്റെ അതുള്ള ഓരോ പോർഷൻസാണ് ക്രൗൺ എന്ന് പറയുന്ന പോർഷൻസ്. ഇതാണ് ഏറ്റവും മുകളിലത്തെ ഭാഗം. ഓക്കെ, അവിടെ സോയിലാവാം, റോക്ക് ആവാം. ക്ലിയർ ആയോ? അപ്പോൾ ക്രൗൺ പോർഷൻ്റെ ക്രൗൺ പോർഷൻ വീക്ക് ആവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പൊട്ടൻഷ്യൽ ലാൻഡ് സ്ലൈഡ് ഏരിയ. ഒരു ഹില്ലിൻ്റെ ക്രൗൺ പോർഷൻ വീക്ക് ആണെന്നെങ്കിൽ നമുക്കതെന്ത് പറയാൻ പറ്റും? അതൊരു പൊട്ടൻഷ്യൽ ലാൻഡ് സ്ലൈഡ് ഏരിയ ആണെന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ അക്യൂമുലേഷൻ എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് വരുന്ന സോയിലിന് അക്യൂമുലേറ്റഡ് സോയിൽ എന്ന് വിളിക്കും. പിന്നെ മെയിൻ സ്ക്രാപ്പ്, ആ പറയുന്ന ഇളവി വന്ന അതിനെയാണ് മെയിൻ സ്ക്രാപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ പറയുന്ന പോലെ ലാൻഡ് സ്ലൈഡിന് കാരണമാവുന്ന സോയിൽ മെയിൻ സ്ക്രാപ്പിലായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, മൈനർ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ നിങ്ങൾ കാണുന്നതും സൈഡിലായിട്ട് കാണുന്നതാണ് മൈനർ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. മെയിനായിട്ട് ആ പറയുന്ന കേവിറ്റി ഉണ്ടായി, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി കേവിറ്റി വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ മെയിൻ ബോഡി എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന സൈഡ്, നമ്മളെ ലാൻഡ് സ്ലൈഡിൻ്റെ ഇളവി പോവാത്ത മണ്ണില്ലേ സൈഡിലോട്ട്, അതിൻ്റെ ആ ഒരു സൈഡ് പറയുന്നതിനെയാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇളവിയ മണ്ണും ഇളവി പോവാത്ത മണ്ണും തമ്മിൽ ഒരു മാർജിൻ ഉണ്ട്, അതിനാണ് ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഏറ്റവും താഴത്തെ പോർഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫൂട്ട് എന്ന് വിളിക്കുന്നത്. ഡിസ്ക്രൈബ് ദ പ്രൊഫൈൽ ഓഫ് ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞ എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം. സോ ദെയർ യു ഹാവ് ടു ഡ്രോ ദ ഫിഗർ ആൻഡ് റൈറ്റ് ദീസ് ഡീറ്റെയിൽസ് ആൾസോ. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത്? കോസസ് ഓഫ് ലാൻഡ് സ്ലൈഡ്. ഫസ്റ്റ് വൺ, അതിൻ്റെ മോർഫോളജിക്കൽ കോസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ സ്ലോപ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സ്ലോപ്പ് കൂടുന്തോറും അവിടെ ലാൻഡ് സ്ലൈഡ് വരാനുള്ള ചാൻസസ് കൂടും. ഓക്കെ, എറോഷൻ, ആ സോയിലുണ്ടാകുന്ന എറോഷൻ, അതിൻ്റെ അകത്തുനിന്ന് എപ്പോഴും മണ്ണ് പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിന് ടൈറ്റ്നസ് ഉണ്ടാവോ? ഇല്ല. പിന്നെ വാട്ടർ ടേബിളിൻ്റെ ലെവല്, ഓക്കെ, ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ലെവല്, പിന്നെ എർത്ത് കേക്ക്, വോൾക്കാനിക് അറപ്ഷൻസ് എല്ലാം വരുവാണെന്നുണ്ടെങ്കിൽ, വോൾക്കാനിക് ഇവിടെ ഇല്ല, ആക്റ്റീവ് വോൾക്കാനോസ് ഒന്നും ഇന്ത്യയിലില്ല, അങ്ങനെ വരുവാണെങ്കിൽ അങ്ങനെ സംഭവിക്കാം. ഓക്കെ, സ്ട്രെസ് ഉണ്ടാവുമല്ലോ. പിന്നെ സ്നോ മെൽറ്റിങ്ങും ഇന്ത്യയിലില്ല. അതേപോലെ എന്തുണ്ടാവും? റെയിൻഫാൾ കൂടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ മഴ സമയത്തൊക്കെ ആയിരിക്കും കൂടുതൽ എന്ത് പറ്റുന്നത്? ലാൻഡ് സ്ലൈഡ് പറ്റുന്നത്. കാര്യം എന്താ? ഈ വാട്ടർ ടേബിൾ പൊങ്ങി മുകളിലോട്ട് വന്നിട്ട് ആ സോയിലിൻ്റെ ബോണ്ട് നഷ്ടപ്പെടും, അതായിരിക്കും ഇതിന് ഇളകി വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഹ്യൂമൻ കാസസ് എന്നൊക്കെ പറയുമ്പോൾ ഡീഫോറസ്റ്റേഷൻ. കാര്യം ഈ റൂട്ട് സോണൊക്കെ ഉള്ളതുകൊണ്ട്, പ്ലാന്റ് റൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് ഇതൊരു റീഇൻഫോഴ്സ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇതെല്ലാം വെട്ടിക്കളയുമ്പോൾ ആ പിടുത്തം ഉണ്ടാവില്ലല്ലോ, വെറും സോയിലായിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ലാൻഡ് സ്ലൈഡ് തടയാമെന്നുള്ളൊരു മെത്തേഡത്തിൽ അഫോറസ്റ്റേഷൻ എന്നൊരു സാധനം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഡീഫോറസ്റ്റേഷൻ വരുമ്പോൾ അവിടെ ആ ഒരു കാര്യം ഉണ്ടാവില്ല. അതേപോലെ ലോഡിങ്, ഈ പറയുന്ന മലയുടെ മുകളിലൊക്കെ നമ്മൾ ഒരുപാട് ഇപ്പോൾ വലിയൊരു ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ കെട്ടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് വഴിയല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രെസ്സും പിന്നെ വെജിറ്റേഷൻ ലോസും നേരത്തെ പറഞ്ഞ പോലെ വരുന്നതാണ്. ഓക്കെ, ഇനി ഈ ലാൻഡ് സ്ലൈഡിൻ്റെ ടൈപ്പ് നിങ്ങൾ ജിയോ ടെക്നിക്കലിൽ പഠിച്ചിട്ടുള്ളതാണ്. ടൈപ്പ് ഓഫ് ലാൻഡ് സ്ലൈഡ്. ഫസ്റ്റ് വൺ, റൊട്ടേഷനിലും ട്രാൻസ്ലേഷനിലും ഉണ്ട്. റൊട്ടേഷനിൽ എന്ന് പറഞ്ഞാൽ ഉരുണ്ട് വരിക, പാറയൊക്കെ ഉരുണ്ട് വരിക. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റോളിംഗ് ഉണ്ടാവും, മൂവ്മെൻറ്റും ഉണ്ടാവും. റോളിംഗ് ഉണ്ടാവും, നിരങ്ങി വരിക. ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരങ്ങി വരിക എന്നുള്ള രീതിയിലാണ് നമുക്ക് അതിൻ്റെ പറയുന്നത്. പിന്നെ ഫോൾസ്, മുകളിൽ നിന്ന് കല്ല് അടർന്ന് വീഴുക. ടോപ്ലെസ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ഭാഗം അടർന്ന് പോവുക. പിന്നെ ഫ്ലോസ്, ഒഴുകി വരിക. നമ്മൾ വെറ്റായിട്ടുള്ള നല്ല രീതിയിൽ ചെളി വെള്ളം ഒഴുകി വരിക. ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലോസ് എന്ന് വിളിക്കുന്നത്. ടൈപ്പ് ഓഫ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ റൊട്ടേഷണൽ സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോൺകേവിറ്റി അപ്വേർഡ് ആയിരിക്കും. അതിൻ്റെ പ്രൊഫൈൽ എന്തായിരിക്കും? റൊട്ടേഷണൽ സ്ലൈഡ് എന്ന് പറയുമ്പോൾ ആ കോൺകേവിറ്റി മുകളിലോട്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ പേരലായിരിക്കും, സ്ലൈഡിന് പേരലായിരിക്കും ആ പറയുന്ന ഫെയിലിയർ ലൈൻ വരുന്നത്. ഓക്കെ, സ്ലൈഡിന് പേരലായിരിക്കും ഈ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. ട്രാൻസ്ലേഷനും അതുപോലെ തന്നെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് വളരെ ഇളകി പോവില്ല. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങളും ഡിസ്ക്രീറ്റ് ആയിട്ട് പോവും. പക്ഷേ ട്രാൻസ്ലേഷനിൽ ഒരൊറ്റ മാസമായിട്ടായിരിക്കും വരുന്നത്. ട്രാൻസ്ലേഷനിൽ എങ്ങനെയാണ് വരുന്നുണ്ടാവുന്നത്? ഒരൊറ്റ മാസമായിട്ടായിരിക്കും. അപ്പോൾ ട്രാൻസ്ലേഷണൽ സ്ലൈഡ് വളരെ ഡേഞ്ചറസ് ആണ്. കാര്യം ഒരൊറ്റ മാസമായിട്ട് നിരങ്ങി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, സ്ലൈഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ഒരു എക്സാമ്പിൾ. ട്രാൻസ്ലേഷൻ കണ്ടോ? റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അവിടെ നിന്ന് ഓരോ പാളിയായിട്ട് ഡിസ്റ്റിങ്ക്റ്റ് പാർട്ടിക്കിളായിട്ട് പോകും, ഡിസ്ക്രീറ്റ് പാർട്ടിക്കിളായിട്ട്. പക്ഷേ ട്രാൻസ്ലേഷനിലാണെങ്കിൽ നോക്ക്, ഒറ്റ മാസമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ പറയുന്നത്? ഇനി ഫോൾസിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് കൂടുതൽ ഒക്കർ ചെയ്യുന്ന മണ്ണിലായിരിക്കില്ല,
റോക്ക് പാർട്ടിക്കിൾസിലായിരിക്കും, അല്ലെങ്കിൽ സോയിൽ റോക്ക് സ്ട്രാറ്റാസിലായിരിക്കും ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത് സംഭവിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഹിമാലയൻ അതുപോലുള്ള മൗണ്ടേജിയസ് റീജിയനിലൊക്കെ പോകുമ്പോൾ കല്ല് അടർന്നു വീഴും. അവിടെ കൂടുതൽ എന്തായിരിക്കും, റോക്ക് പാർട്ടിക്കിൾസ് ആയിരിക്കും, മിനറൽ ഡിപ്പോസിറ്റഡ് റോക്ക് ആയിരിക്കും. അതെന്ത് ചെയ്യും, അടർന്നു വീഴും. അതിനെ എന്താണ് നമ്മൾ പറയുന്നത്, സ്ലൈഡ് എന്ന് തന്നെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ഫോൾ. ഓക്കെ. പിന്നെ ടോപ്ലെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വർക്കലയിലൊക്കെ പോയി കഴിഞ്ഞാൽ ക്ലിഫൊക്കെ കാണാമല്ലോ. ഇത് കൂടുതലും ക്ലിഫ് റീജിയനിലാണ് സംഭവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ സ്ലൈസസ് ആയിട്ട് ഇളകി വീഴുന്നു. സ്ലൈസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു വലിയ സോയിൽ മാസ് സ്ലൈസസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇളകി വീഴുന്നു. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടോപ്പിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ? ഇനി ഫ്ലോസിലാണ് ഈ ഡെബ്രിസ് ഫ്ലോ എന്ന് പറയുന്നത്. ഡെബ്രിസ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ ഉരുൾപൊട്ടൽ എന്നൊക്കെ ചെറിയ രീതിയിൽ പറയാറുണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ഡെബ്രിസ് ഫ്ലോ ആണ് കൂടുതലും. ലാൻഡ് സ്ലൈഡ് കുറവാണ്. ഉണ്ടാകുന്ന എന്തായിരിക്കും, കൂടുതലും ഉണ്ടാകുന്ന ഡെബ്രിസ് ഫ്ലോ ആയിരിക്കും. മനസ്സിലായോ? ഒരു സ്ഥലത്ത് വാട്ടറിൻ്റെ സോഴ്സ് കൂടി അവിടെ നിന്ന് വെള്ളം പൊട്ടി വെള്ളത്തിൻ്റെ കൂടെ മണ്ണും കല്ലും കൂടെ ഒലിച്ചു വരും. അത് ഡെബ്രിസ് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ആ കാര്യമാണ്. ഓക്കെ. ഓക്കെ. ഇനി ലാൻഡ് സ്ലൈഡ്, ഇപ്പോൾ അതിൻ്റെ ഒക്കറൻസിൽ നമ്മൾ ഇത്രയും ടൈപ്പ് പഠിച്ചു. ലാൻഡ് സ്ലൈഡിൻ്റെ ഒക്കറൻസിൽ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി മെറ്റീരിയൽസിൻ്റെ ബേസിസിൽ നമുക്ക് ലാൻഡ് സ്ലൈഡ് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് റോക്ക്, രണ്ടാമത്തെ എർത്ത്, മൂന്നാമത്തെ ഡെബ്രിസ്. ഈ ഡെബ്രിസ് എന്ന് പറയുമ്പോൾ മിക്സ്ചർ ഓഫ് വേസ്റ്റ് പാർട്ടിക്കിൾ, സോയിൽ ആൻഡ് റോക്ക് എല്ലാം കൂടെ വരുന്നതാണ് ഡെബ്രിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ഈ ഗ്രെയിൻ സൈസ് വെച്ചിട്ടായിരിക്കും, ഈ ഗ്രെയിനിൻ്റെ സൈസ് നമ്മൾ സോയിൽ ഗ്രെയിൻ സൈസ് വെച്ചിട്ടായിരിക്കും നമ്മളിത് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫ്ലാൾസ് എല്ലാം ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഏതിനായിരിക്കും, ഏതായിരിക്കും, റോക്കായിരിക്കും. റോക്കായിരിക്കും. ഓക്കെ. ഇനി ഈ പറയുന്ന ബെഡ് റോക്കിലായിരിക്കും റോക്ക് ഫാൾ ഉണ്ടാകുന്നത്. എൻജിനീയറിംഗ് സോയിലിൽ ഡെബ്രിസ് ഫാളും എർത്ത് ഫാളുമാണ് ഉണ്ടാകുന്നത്. ഓക്കെ. എൻജിനീയറിംഗ് സോയിലിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്, ഡെബ്രിസ് ഫോളും എർത്ത് ഫോളും ആണ്. ഇനി ടോപ്പിൾസ് വരുന്ന സമയത്ത് ബെഡ് റോക്കിൽ റോക്ക് ടോപ്പിൾ ഉണ്ടാവും, എഞ്ചിനീയറിംഗ് സോയിൽ ഡെബ്രിസ് ടോപ്പിളും എർത്ത് ടോപ്പിളും ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പറയുന്നത് ജസ്റ്റ് വായിച്ചു നോക്കി, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഓക്കെ. ഇനി ഇതിനെങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാം? ഈ പറയുന്ന പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ലാൻഡ് സ്ലൈഡിനെ മോണിറ്റർ ചെയ്യുക. അപ്പോൾ മോണിറ്റർ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഡിവൈസസ് യൂസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ സ്ലോപ്പ് മെഷർ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് പോയി സ്ലോപ്പ് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അതിൻ്റെ അകത്തുള്ള സെൻസർ ടൈപ്പ് ഓഫ് ഡിവൈസസ് യൂസ് ചെയ്തിട്ടായിരിക്കും ആ സോയിലുണ്ടാകുന്ന മോയ്സ്ചർ കണ്ടൻറ്റ്. ഇമ്പോർട്ടൻ്റ് 2 കാര്യങ്ങളാണ്. അതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റും രണ്ടാമത് അതിൻ്റെ അകത്ത് സ്ലോപ്പും. സ്ലോപ്പ് എന്ന് പറയുമ്പോൾ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ, ഈ 2 കാര്യങ്ങളായിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഓഫ് ലാൻഡ് സ്ലൈഡ്, ഒരു സ്ഥലത്ത് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുന്നാണെങ്കിൽ ഒരു പർട്ടിക്കുലർ റീജിയനിൽ മാത്രം മരങ്ങളൊന്നും ഉണ്ടാവില്ല എങ്കിൽ ആ റീജിയൻ എന്താണ്, ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയ ആണ്. ഓക്കെ. അവിടെ ലാൻഡ് സ്ലൈഡ് കൂടുതലായിട്ട് ഉണ്ടാകാൻ പറ്റും. പിന്നെ ബൾജിങ് ഉണ്ടാകുമ്പോൾ
നോർമലി നിൽക്കുന്ന സോയിൽ മാസ് വീർത്ത് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കും, ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും. പിന്നെ ചെറിയ ചെറിയ സോയിലിൻ്റെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കാൻ പറ്റും. കാര്യം ഒരു വലിയ മാസ് മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലും ചെറിയ ചെറിയ പോലെ സോയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, താഴോട്ട് വന്നുകൊണ്ടിരിക്കും. അവിടെ എന്ത് ചെയ്യാം, പറയുന്ന പോലെ ഉണ്ടാവാം. പിന്നെ അണ്ടർഗ്രൗണ്ട് പൈപ്പ് ലൈൻസിൻ്റെ ബ്രേക്കേജ് നമ്മുടെ ഹൗസസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ റീജിയനാണ്. ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ലാൻഡ് സ്ലൈഡ് ഉണ്ട്, നമുക്ക് ഫീൽ പോലും ചെയ്യാൻ പറ്റാത്ത ലാൻഡ് സ്ലൈഡ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഒരു വലിയ ഏരിയ മൊത്തത്തിൽ ഇളകി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വീടും കാര്യങ്ങളൊന്നും അറിയില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ അവിടുത്തെ പൈപ്പ് ലൈൻസ് അല്ലെങ്കിൽ അവിടുത്തെ ഫൗണ്ടേഷൻസോ അല്ലെങ്കിൽ അവിടുത്തെ ക്രാക്സ്, ഡോർസ്, വിൻഡോസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും, ക്രാക്ക് കാര്യങ്ങളൊക്കെ വീഴും. പിന്നെ രണ്ടാമത്തെ എന്താണ്, ഒരു ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും സ്ലോപ്പ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു യൂണി ഡയറക്ഷണൽ സ്ലോപ്പുള്ള ഹില്ല് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം 2-3 ഒരു സൈഡ് വെർട്ടിക്കലായിട്ട് ഉള്ളതും മറ്റേ സൈഡ് സ്ലോപ്പുമായിട്ട് നിൽക്കുന്നത് യൂണി ഡയറക്ഷൻ. അപ്പം അങ്ങനെയുള്ള ഹിൽസും ഇതിന് പ്രോൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി ഇതെങ്ങനെ നമുക്ക് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ കൺവെൻഷണൽ സർവേ ടെക്നിക്സ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളിത് മോണിറ്റർ ചെയ്യുക. കാര്യം ഫ്രീക്വൻറ്റ് ക്ലൈമറ്റ് ചേഞ്ചസിൽ നമ്മളത് മോണിറ്റർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ആ സമയത്ത് മാറ്റാൻ പറ്റും. രണ്ടാമതെന്ന് പറയുമ്പോൾ ഈ പറയുന്ന സെൻസർ ഡിവൈസാണ് ഈ എക്സ്റ്റൻഷോമീറ്റേഴ്സും. ഈ എക്സ്റ്റൻഷോമീറ്റേഴ്സാണ് നിങ്ങൾ ഈ പറയുന്ന ബാർസിലൊക്കെ യൂസ് ചെയ്യുന്നത്. ബാർ പൊട്ടിക്കത്തില്ലേ, ബാറിൻ്റെ ടെൻസൈൽ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നേരത്ത് അവിടെ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കുന്ന ഒരു ഡിവൈസാണ് എക്സ്റ്റൻഷോമീറ്റർ. അപ്പോൾ അതേപോലെയുള്ള ഈ പറയുന്ന പ്രഷർ ഗേജസ്, സെൻസർ ഗേജസ് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് യൂസ് ചെയ്യും ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഈ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ലാൻഡ് സ്ലൈഡ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റിൽ കൺട്രോൾ ചെയ്യാമെന്നാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ മണ്ണിടിഞ്ഞ് വീഴരുത്, അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? കൺട്രോൾ എന്ന് പറഞ്ഞാൽ മണ്ണിരുന്ന് വീഴും. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, ആ സോയിലിനെ സ്റ്റെബിലൈസ് ചെയ്യണം. അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഈ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് ഈ പറയുന്ന സോയിലിനെ എന്താണ് സ്ട്രെങ്ത് കുറവുള്ള സോയിലിന് സ്ട്രെങ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണോ അവിടെ സംഭവിക്കുന്നത്, ചിലപ്പോൾ റീറ്റേണിങ് വാള്, അതേപോലെ പൈൽ വാള്, അങ്ങനെ ഡയഫ്രം വാൾസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ആണ് കോമ്പോസിഷൻ ഓഫ് ഫാളിംഗ് മാസ്. ഈ പറയുന്ന ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. പിന്നെ അതിൻ്റെ സ്ട്രക്ചറൽ കണ്ടീഷൻസ്, സോയിലിൻ്റെ സ്ലോപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതിൻ്റെ അകത്ത് നോക്കുന്നത്. ആ നോക്കിയിട്ട് ചിലപ്പോൾ നമ്മൾ പൈൽസ് കൊടുത്തിട്ടായിരിക്കും നമ്മളപ്പോൾ അതിൻ്റെ ആ ഒരു പൈൽ വാൾ കംപ്ലീറ്റ് ആയിട്ട് പൈൽ പ്രൊവൈഡ് ചെയ്തിട്ട് അതിനൊരു വാളായിട്ട് മാറ്റി എടുക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ റോക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ സ്ട്രെങ്ത് ചെയ്യും. അല്ലെങ്കിൽ ജിയോ ടെക്നിക്കൽ സോയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈ സോയിൽ നെയിലിംഗ് ഒക്കെ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സോയിൽ നെയിലിംഗ് എന്ന് കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു സ്ലോപ്പിൻ്റെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ടെക്നിക്സാണ്. സോയിൽ നെയിലിംഗ്, അതേപോലെ ഗ്രൗട്ടിങ്, ഗണ്ണറ്റിങ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ വാട്ടറിൻ്റെ പ്രസൻസ് ആണ് കാരണമെങ്കിൽ ആ വാട്ടറിനെ നമുക്ക് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി ഇതിൻ്റെ റെമഡീസ്, ഒരു മോഡിഫിക്കേഷൻ ജിയോമെട്രി വൈസ് നമുക്ക് എങ്ങനെ റെമഡീസ് ചെയ്യാന്ന് പറഞ്ഞാൽ, സ്ലോപ്പ് 45 ഡിഗ്രിയിൽ താഴോട്ടാക്കുക. റീഇൻഫോഴ്സ്മെൻറ്റ് കാര്യങ്ങൾ, സോയിലിൻ്റെ റീഇൻഫോഴ്സ്മെൻറ്റ്, അതേപോലെയുള്ള ജിയോ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്, ജിയോ സെൽസ് ഉണ്ട്, ജിയോ സെൽസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. പിന്നെ ആങ്കറും റോക്ക് ബോൾട്ട്, ഇപ്പോൾ റോക്കിൻ്റെ അവിടെയൊക്കെ ആണെങ്കിൽ റോക്ക് ബോൾട്ട്, ആങ്കർ ബോൾട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് സ്ലോപ്പിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഞാൻ പറഞ്ഞ പോലെ ഗണറ്റിങ്, ന്യൂമാറ്റിക് കോൺക്രീറ്റ്, പ്രഷറൈസ്ഡ് കോൺക്രീറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് ഹോൾസൊക്കെ ക്രിയേറ്റ് ചെയ്ത് അവിടെ കോൺക്രീറ്റ് ചെയ്യും. പ്രഷറൈസ്ഡ് കോൺക്രീറ്റ് ആയിരിക്കും. പിന്നെ അഫോറസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ഡിഫോറസ്റ്റേഷൻ മരം വെട്ടുന്നു, അഫോറസ്റ്റേഷൻ മരം വെച്ച് പിടിപ്പിക്കുക, അങ്ങനത്തെ കാര്യങ്ങളിൽ എന്തുണ്ടാവും, ഈ സംഭവങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഡ്രെയിനേജ് മേയ്മെൻറ്റ്. നിങ്ങൾ ഈ പറയുന്ന പോലെ നമ്മളൊരു വലിയ റീറ്റേണിംഗ് വാളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് ഓവ്സ് കൊടുക്കാറുണ്ട്. എന്താണ് ഈ പറയുന്ന ഹോൾസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ഹോൾസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വെള്ളം സീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ വെള്ളം സീപ്പോർട്ട് ചെയ്യുമ്പോൾ അത്രയും പ്രഷർ ഉണ്ടാവില്ല. ക്ലിയർ ആയോ?
ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ വാട്ടറിൻ്റെ പ്രഷർ കാരണം അത് ഇളകി വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഡ്രെയിനേജ് സിസ്റ്റംസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വാട്ടറിന് ഈസി ആയിട്ട് ആ സോയിലിൻ്റെ അകത്തു നിന്ന് എക്സ്കേപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. ആക്ച്വലി ഡ്രെയിനേജ് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ചാപ്റ്ററായിട്ട് പഠിക്കാനുണ്ടാവും. നിങ്ങൾക്കല്ല, അതൊരു വലിയൊരു റീജിയനാണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ. ഒരുപാട് ടൈപ്പ് ഓഫ് ഡ്രെയിനേജസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അകത്ത് കട്ട് ഓഫ് ട്രെഞ്ചസ്, അങ്ങനെ ട്രെഞ്ചസ് ഉണ്ടാവും, പിറ്റ്സ് ഉണ്ടാവും, പോർസ് ഉണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. ഓക്കെ. ഇനി അടുത്ത ഗ്രൗട്ടിങ്, ഞാൻ പറഞ്ഞല്ലോ ഗ്രൗട്ടിങ് കാര്യങ്ങളാണ്. പിന്നെ ഗേബിയൻ. ഗേബിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെഷിൻ്റെ അകത്ത് ഈ പറയുന്ന സ്റ്റോൺസ് ഇട്ട് നിറയ്ക്കുന്ന അതിനെ ഗേബിയൻ കേട്ടിട്ടില്ല. മെഷ്, മതിലിന് പകരം ഗേബിയൻ വാളെന്നൊക്കെ കേട്ടിട്ടില്ലേ? രണ്ട് സൈഡ് മെഷ് വെച്ചിട്ട് നടുക്ക് എന്ത് ചെയ്യും, വാൾ, ഈ പറയുന്ന പോലെ സോയിൽ, സ്റ്റോൺസ് ചിപ്സ് ഒക്കെ ഇടുന്ന ഗേബിയൻ വാൾ. അതേപോലെ റീട്ടേണിംഗ് വാൾ. റീട്ടേണിംഗ് വാൾ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് വാളാവാം, അല്ലെങ്കിൽ എന്ത് വാളാവാം, ഈ റോക്കിൻ്റെ വാളാവാം, റോക്ക് വെച്ചിട്ട് റീട്ടേൺ ചെയ്യുന്ന വാളാവാം. ഓക്കെ. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ഇനി ലാൻഡ് സ്ലൈഡ് നമുക്ക് ഈ പറയുന്ന പോലെ ഈ GIS വെച്ചിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. സാറ്റലൈറ്റ്സിൻ്റെ സഹായത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ലാൻഡ് സ്ലൈഡ്സ് നമുക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ. റീട്ടേണിംഗ് വാൾ കാര്യം ഇതൊക്കെയാണ് റീട്ടേണിംഗ് വാൾ. കണ്ടോ, റോഡിൻ്റെ സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇത് കോൺക്രീറ്റ് ആവണം, ഇത് ഗേബിയാണ് കേട്ടോ, ഗേബിയൻ. ഡ്രെയിനേജസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ ബോൾട്ടിംഗ് എന്ന്, ആങ്കറിങ് എന്ന് പറയുന്നത്, റോക്ക് ബോൾട്ടിംഗ്. ഓക്കെ. ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. സോയിൽ എറോഷൻ. എന്താണ് സോയിൽ എറോഷൻ? സോയിൽ നമുക്ക് 3 രീതിയിൽ എറോഡ് ചെയ്യാം. ഒന്ന്, ഫസ്റ്റ് വൺ ഈസ് വിൻഡ് എറോഷൻ, രണ്ടാമത്തെ വാട്ടർ എറോഷൻ, മൂന്നാമത്തെ ഗ്രാവിറ്റി എറോഷൻ. ഓക്കെ. വിൻഡ് എറോഷൻ, വാട്ടർ എറോഷൻ ആൻഡ് ഗ്രാവിറ്റി എറോഷൻ. പേര് പറഞ്ഞ പോലെ വിൻഡ് കൊണ്ടുണ്ടാവുന്ന എറോഷൻ ആയിരിക്കും വിൻഡ് എറോഷൻ. വാട്ടറിൻ്റെ കോസസ് കൊണ്ട്, റിവർ അതേപോലുള്ള സ്ട്രീംസ് ഒക്കെ കൊണ്ടാണ് വാട്ടർ എറോഷൻ. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു ഹൈറ്റ് കൂടിയ സ്ഥലത്ത് നിന്ന് ഹൈറ്റ് കുറഞ്ഞ സ്ഥലത്തോട്ട് ഉണ്ടാവുന്ന ആ ഒരു മൂവ്മെൻറ്റ്. ഓക്കെ. അതിനെയാണ് ഗ്രാവിറ്റി എറോഷൻ എന്ന് പറയുന്നത്. ഈ വാട്ടർ എറോഷനിൽ തന്നെ 2 രീതിയിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഷീറ്റ് എറോഷനും ഗല്ലി എറോഷനും. ഷീറ്റ് എറോഷൻ ആൻഡ് ഗല്ലി എറോഷൻ. ഷീറ്റ് എറോഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ ഒരു സ്ഥലത്ത് റെയിൻ വാട്ടർ പോയി കഴിഞ്ഞാൽ അവിടെ പാട പോലെ സോയിലിന് ഇളകിക്കൊണ്ട് പോകും. മനസ്സിലായോ? എല്ലായിടത്തും യൂണിഫോം ഡെപ്തിൽ സോയിൽ എന്ത് ചെയ്യും, മാറിക്കൊണ്ട്. പക്ഷെ അവിടെ ഒരു സോയിൽ എറോഷൻ നടന്നതെന്ന് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, തോന്നില്ല. സോയിൽ എറോഷൻ നടന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യില്ല, പെട്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ക്ലിയർ ആയോ? അതിനെയാണ് നമ്മൾ ഷീറ്റ് എറോഷൻ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത ഗള്ളി എറോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്ത് അവിടെ നിന്ന് സോയിൽ ഇളകി പോകണം. പക്ഷെ നമുക്കത് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് എന്ത് പറയുന്നത്, ഗല്ലി എറോഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഒരു ചാല് പോലെ ഒരു ഭാഗത്തുനിന്ന് മാത്രം ഡെപ്ത് പോലെ ഇറങ്ങി പോകുന്നതിനാണ് ഗല്ലി എറോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതാണ് ഷീറ്റ് എറോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം മൊത്തം കവർ ചെയ്ത് പോകുന്നതിനാണ് ഷീറ്റ് എറോഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി
നമ്മൾ സോയിൽ എറോഷൻ പ്രിവെൻഷനിലോട്ട് വരുന്ന സമയത്ത് ഒന്ന് അഗ്രോണോമിക് പാർട്ടിക്കിൾസ് ഉണ്ടാവും, രണ്ടാമത്തെ എൻജിനീയറിംഗ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ഈ രണ്ട് കാറ്റഗറീസിലായിട്ടായിരിക്കും നമുക്ക് പ്രിവെൻഷൻ കൺട്രോൾ വരുന്നത്. ഫസ്റ്റ് വൺ, ഈ അഗ്രോണോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പാർട്ടിക്കിൾസ് അല്ല, പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ക്രോപ്പ് റൊട്ടേഷനും സ്ട്രിപ്പ് ക്രോപ്പിങ്ങുമാണ്. സ്ട്രിപ്പ് ക്രോപ്പിങ്ങുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ക്രോപ്പ് റൊട്ടേഷൻ ആൻഡ് സ്ട്രിപ്പ് ക്രോപ്പിംഗ്, ഈ രണ്ട് കാര്യങ്ങളായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ക്രോപ്പ് റൊട്ടേഷൻ ഉണ്ടാവും, സ്ട്രിപ്പ് ക്രോപ്പിംഗ് ഉണ്ടാവും. ക്ലിയർ? എൻജിനീയറിംഗ് മെത്തേഡിൽ വരുമ്പോൾ എക്സ്കവേഷൻ ഓഫ് ഡിച്ചസ് എന്ന് പറഞ്ഞാൽ എന്താ? കുഴിയെടുക്കുക, വെള്ളം ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുക. ഒരു വലിയ വെള്ളപ്പാച്ചിൽ വരുവാണെങ്കിൽ നമ്മളൊരു സ്ഥലത്ത് ഡിച്ച് എടുത്ത് കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ വീണോളും. ഓക്കെ. രണ്ടാമത് എന്താണ്? ഈ ഡിച്ചസ് തന്നെ ഡൈവേഷൻ ഡിച്ച് ഉണ്ടോ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് പോകുന്ന ഒരു സോയിൽ ഇങ്ങനെ കുറേ നാളായിട്ട് ഇത് പൊക്കോണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് സോയിൽ റോട്ട് ചെയ്ത് നമുക്ക് ഈ പറയുന്ന ലാൻഡ് സ്ലൈഡിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ആ ഭാഗത്ത് വെള്ളം എത്താതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. പിന്നെ ഇൻ്റർസെപ്റ്റിംഗ് ഡിച്ചസ് ഉണ്ട്. ഇൻ്റർസെപ്റ്റിംഗ് ഡിച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇടയിൽ മാത്രം കുഴിയെടുത്ത് കൊടുക്കുക, ചാല് വെട്ടി വിടുക എന്ന് കേട്ടിട്ടില്ലേ വെള്ളം? അതിനാണ് ഇൻ്റർസെപ്റ്റിംഗ് ഡിച്ചസ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ടെറസ് കൾട്ടിവേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പറയുന്ന ഒരു വലിയൊരു സോയിൽ മാസിൽ നിങ്ങൾ ഈ കുന്നിൻ്റെ പുറത്തൊക്കെ നിങ്ങൾ കൃഷി ഇറക്കുന്ന കണ്ടിട്ടുണ്ടോ? റൊട്ടേറ്റ് ചെയ്ത് ടെറസ് മോഡലാണ്, ഓരോ തട്ടായിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ വെക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോയിൽ എറോഷൻ തടയാൻ പറ്റും. ഓരോ തട്ടായിട്ടായിരിക്കും അവിടെ ഉണ്ടാകുന്നത്, ഒരൊറ്റ യൂണിഫോമിറ്റി അവിടെ കിട്ടത്തില്ല. ഓക്കെ. പിന്നെ അതെ അവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ആ പ്ലാന്റേഷൻ ഉള്ള സമയത്ത് സോയിൽ എറോഷൻ ഉണ്ടാവില്ല. പ്ലാന്റേഷൻ ഇല്ലാത്ത സമയത്ത് സോയിൽ എറോഷൻ ഉണ്ടാകും. കാര്യം അവർ ആ മണ്ണിളകി പോയിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? തട്ടായിട്ടായിരിക്കും ചെയ്യുന്നത്. അതാണ് ടെറസ് കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിക്സ് ആക്ക് എന്നും പറയും. പിന്നെ ചെക്ക് ഡാം ഉണ്ട്. ചെക്ക് ഡാം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഫ്ലഡിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെക്ക് ഡാം വെക്കുന്നത്. വാട്ടറിൻ്റെ ലെവൽ കൂട്ടാനോ അല്ലെങ്കിൽ ഡൈവേർഷനൊക്കെ ആയിരിക്കും നമ്മൾ ചെക്ക് ഡാം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഡൈവേർഷൻ ഡിച്ച് എന്ന് പറയുന്നത്. ഇത് ടെറസ് എന്ന് പറയും. കണ്ടോ? ഇനി ലാസ്റ്റ് പോർഷനാണ് ഈ മൊഡ്യൂളിൻ്റെ കോസ്റ്റൽ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വേവ്സ്, ആ കാര്യങ്ങളൊക്കെ. കോസ്റ്റൽ പ്രൊട്ടക്ഷൻ, വേവ്സ്, ആ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ലാൻഡിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. എന്താണ്? ലാൻഡിലുണ്ടാവുന്ന കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഇത് കടലിൽ അല്ലെങ്കിൽ ഷോർസിലുണ്ടാവില്ല ഈ പറയുന്ന സാധനങ്ങളെല്ലാം. കാര്യം അവിടെ എപ്പോഴും വാട്ടർ വരുന്നു, ഷോർ എറോഷൻസ് ഉണ്ടാവുന്നു, അവിടെ ഈ പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ കടൽ. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഈ കോസ്റ്റൽ റെഗുലേറ്ററി സോൺസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് കോസ്റ്റലിൽ എപ്പോഴും നമുക്ക് കോസ്റ്റൽ റെഗുലേറ്ററി സോൺ CRZ എന്ന് പറയും. CRZ 1, 2, 3, 4 എന്ന് പറഞ്ഞ കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കടൽ തീരത്തും കൊണ്ടുപോയി കൺസ്ട്രക്ഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, ജിയോളജിക്കൽ വേവ്സ് ആൻഡ് കറൻസ്. ഓക്കെ, വേവ്സും കറൻസും കടലിലുണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, കടലിനകത്തൂടെയും ഒഴുക്കുണ്ടാവാം, അതേപോലെ കടലിന് പുറത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് വേവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ വേവ്സിന് രണ്ട് പ്രിൻസിപ്പിളായിരിക്കും ഉണ്ടാവും. ഒന്ന് ഓസിലേറ്ററി വേവ് ഉണ്ടാവും, ഒന്ന് ട്രാൻസ്ലേറ്ററി വേവ് ഉണ്ടാവും.
ഓക്കെ, എന്ന് പറഞ്ഞപ്പോൾ ആഴക്കടലിലൊക്കെ ഉണ്ടാകുന്ന ഓസിലേറ്ററി വേവും നമ്മുടെ ഈ പറയുന്ന ഷാലോ ഡെപ്ത് ഉള്ള റീജിയനിൽ കരയിലിട്ടൊക്കെ ഉണ്ട് ട്രാൻസ്ലേഷണറി വേവ് ആയിരിക്കും, ട്രാൻസ്ലേറ്ററി വേവ് ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഷാലോ ഡെപ്തിൽ ഉണ്ടാകുന്ന ഏത് വേവ് ആയിരിക്കും? ട്രാൻസ്ലേറ്ററി വേവ് ആയിരിക്കും ഉണ്ടാകുന്നത്. കറണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ അതിൻ്റെ അകത്തുള്ള ഒഴുക്കാണ് കറണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ലിറ്ററൽ കറണ്ട്സും ഉണ്ട്, റിപ്പ് കറണ്ട്സും ഉണ്ട്. പണ്ട് നിങ്ങൾ ജിയോഗ്രഫിയിൽ പഠിക്കുന്നുണ്ട്. ഹലോ ഓക്കെ, ലിറ്ററൽ കറണ്ടും ഉണ്ടാവും, റിപ്പ് കറണ്ടും ഉണ്ടാവും. വലിയ കൺസിഡറബിൾ വോളിയമാണ് എന്ന് പറഞ്ഞാൽ കടലിൻ്റെ തീരത്തോടെ പാരലായിട്ട് പോകുന്ന അതിനെയാണ് നമ്മൾ ലിറ്ററൽ എന്ന് പറയുന്നത്. പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? അല്ലെങ്കിൽ കടലിൻ്റെ നടുക്കൊക്കെ വരുന്ന സംഭവമാണ് റിപ്പ് കറണ്ട് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ട് കേസസ് ഉണ്ടാവും, ഒന്ന് എറോഷനും ഒന്ന് ഡിപ്പോസിഷനും. ഒരു സ്ഥലത്തോണ്ട് എറോഡ് ചെയ്തിട്ട് മറ്റേ സ്ഥലത്തോണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കടൽ തിട്ടകളൊക്കെ ഈ പറയുന്ന പോലെ ഒരുപാട് നാളത്തെ ഡിപ്പോസിഷൻ കൊണ്ടുണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് മറൈൻ എറോഷൻ. മറൈൻ എറോഷനിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത്? നമ്മളൊരു കടലിനോട് കുറച്ച് മാറിയിട്ടൊരു റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയാണ് നമ്മൾ സോയിലായിരിക്കില്ലേ വയ്ക്കുന്നത്. കുറേ കാലം കഴിഞ്ഞിട്ട് ഈ പറയുന്ന അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലിഫ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഇറോഷൻ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഇറോഷൻ കൊണ്ടാണ്. കുറേ നാൾ ഈ സോയിലിനെ റിമൂവ് ചെയ്ത് അവിടെ ഒരു വലിയൊരു കേവിറ്റി ഉണ്ടാക്കിയെടുക്കുക. അത് ക്ലിഫ് മാതിരി ആവുന്നതാണ്. അതാണ് സോയിൽ എറോഷൻ. അപ്പോൾ ഇത് നല്ല രീതിയിലും ഉണ്ടാവാം, മോസ്റ്റ് ഓഫ് ഓൾ ഇത് ഡാമേജസ് ആയിരിക്കും സൃഷ്ടിക്കുന്നത്. ഓക്കെ, അബ്രാഷൻ ആയിരിക്കും എപ്പോഴും. ഈ കടലെന്ന് പറയുമ്പോൾ വാട്ടർ മാത്രമല്ല, ഇതിൻ്റെ അകത്ത് സാൻഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. ഇത് അവിടെയുള്ള റോക്ക്, ഇപ്പോൾ ഒരു റോക്ക് ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് നാൾ ഈ റോക്കിൽ വെള്ളം അടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ സാൻഡ് പാർട്ടിക്കിൾ മിക്സ് ചെയ്ത വെള്ളം വന്ന് അടിച്ച് അവിടെ എന്താവാം, അത് അബ്രേഡ് ചെയ്ത് പോവാം, വിയർ ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. ഓക്കെ, ഇത് റോക്കിൻ്റെ ഈ പറയുന്ന അവിടുത്തെ റോക്ക് സ്ട്രാറ്റാസ് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എന്ത് ചെയ്യും? എറോഡ് ചെയ്യിക്കും. ക്ലിയർ ആയോ? പിന്നെ കൊറോഷൻ, നമ്മുടെ അടുത്തുള്ള സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റീലിൽ എന്തെങ്കിലും കടലിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന സാൾട്ട് വാട്ടർ ആക്ഷൻ കൊണ്ടും ഈ പറയുന്ന സെയിം സാൾട്ടിൻ്റെയും ഈ വാട്ടറിൻ്റെയും സാൻഡ് പാർട്ടിക്കിളിൻ്റെ ആക്ഷൻ കൊണ്ട് എന്ത് ചെയ്യാം? കൊറോഷൻസ് കാര്യങ്ങൾ സംഭവിക്കാം. ഓക്കെ, എറോഷൻ കാരണം ഉണ്ടായ കുറേ കാര്യങ്ങളൊക്കെയാണ്. ഏതൊക്കെയാ? ഹെഡ്ലാൻഡും ബേസും. ബേ കണ്ടിട്ടില്ലേ? ബേ കടലിലെ ബേ കണ്ടിട്ടില്ലേ? തിട്ട, ക്ലിഫ്, പിന്നെ വേവ് കട്ട് ടെറസസ്, കടലിൻ്റെ ഒരു ഭാഗത്തോട്ടൊക്കെ കയറി പോകുന്നുണ്ടാവും. ചില സീ കേവ്സ്, കടലിലെ ഗുഹ. ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? എറോഷൻ കാരണമാണ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു എറോഷൻ കാരണം നല്ലതും ഉണ്ടാവാം, ഇതുണ്ടാവാം. ഓക്കെ, ഇതാണ് ബേ. കണ്ടോ? ക്ലിഫ് അറിയാമല്ലോ, പിന്നെ പറയണ്ട. ഇതാണ് വേവ് കട്ട് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇത് ഇറോഷൻ സംഭവിച്ച് ക്ലിഫ് ആവാൻ സാഹചര്യം ഇല്ലാത്തതൊക്കെ എന്തായി മാറും? വേവ് കട്ട് പ്ലാറ്റ്ഫോം ആവും. ഓക്കെ, ഹൈറ്റ് കുറഞ്ഞ സാധനങ്ങളെല്ലാം വേവ് കട്ട് പ്ലാറ്റ്ഫോമും, ഹൈറ്റ് കൂടിയതെല്ലാം ക്ലിഫ് ആവാനുമാണ് ചാൻസസ്. ഓക്കെ, ഇതാണ് സീ കേവ്സ്. ഓക്കെ, ഇനി ഡിപ്പോസിഷൻ കാരണം ഉണ്ടാകുന്ന സാധനങ്ങൾ. ഓക്കെ, മൺതിട്ട, സാൻഡ് ഡ്യൂൺസ് കേട്ടിട്ടുണ്ടോ? അതെല്ലാം ഡിപ്പോസിഷൻ കാരണം ഉണ്ടാകുന്ന ഈ സോയിൽ ഡിപ്പോസിറ്റ് ചെയ്തുണ്ടാകുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും ഈ കാര്യങ്ങളെല്ലാം. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് ഈ പറയുന്നത് ഇത് കണ്ടോ, ഇവിടെ ഈ നാച്ചുറലി നമ്മൾ എന്ത് ചെയ്യും? നാച്ചുറലി ഗ്രോയിൻസ് ഒക്കെ ഈ പറയുന്ന പോലെ ഫോം ചെയ്യാം. മൺതിട്ട, കടലിൻ്റെ നടുക്കൊക്കെ ഐലൻഡ്സ്, ഇതെല്ലാം എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ഡിപ്പോസിഷൻ കൊണ്ടാണ്. എന്തുകൊണ്ടാണ്? ഡിപ്പോസിഷൻ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഡിപ്പോസിഷൻ കൊണ്ടിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഫോം ചെയ്യുന്നത്. ക്ലിയർ? ഇതുണ്ടോ, കടലിൻ്റെ നടുക്കോട്ട് ഒരു ഗ്രൈൻസ് പോലെ, ബാർസ് എന്നാണ് നമ്മൾ പറയുന്നത്. ടോംബ്ല ബാർ. ടൊംബോൾസ് ഫോർമേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഐലൻഡ് ഫോം ചെയ്യുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജാണ്. ഓക്കെ, ചെറിയ തുരുത്ത് പോലെയൊക്കെ കിടക്കുന്നില്ലേ, ചെറിയ സാധനം.
അത്. പിന്നെ അട്ടോൾ എന്ന് പറയുന്നത് ചെറിയ പോലെ ഐലൻഡ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ അത്രയും പറയാൻ പറ്റില്ല, ചെറിയ ഏരിയയിലായിരിക്കും അട്ടോൾ എന്ന് പറയുന്നത്. ഇത് പിന്നെയും ഡിപ്പോസിറ്റ് ചെയ്തായിരിക്കും വലിയ വലിയ ഐലൻഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് കോസ്റ്റൽ പ്രൊട്ടക്ഷൻ മെത്തേഡ്സിൽ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിൻലി നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് സോഫ്റ്റ് എഞ്ചിനീയറിംഗ്, സെക്കൻഡ് വൺ ഈസ് ഹാർഡ് എഞ്ചിനീയറിംഗ്. സോഫ്റ്റ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഹാർഡ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ സോഫ്റ്റ് എഞ്ചിനീയറിംഗിൽ നമ്മൾ നാച്ചുറൽ പ്രോസസ്സ് ആയിരിക്കും കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്നത്. ഹാർഡ് എഞ്ചിനീയറിംഗ് നമ്മൾ കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് ഹാർഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, പ്ലാന്റേഷൻ, മറ്റേ മാൻഗ്രൂവ്സ്, ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളൊക്കെ സോഫ്റ്റ് എഞ്ചിനീയറിംഗിൽ. സീ വാള്, ഗേബിയോൺസ്, ബ്രേക്ക് വാട്ടർ. ഈ ബ്രേക്ക് വാട്ടറൊക്കെ നിങ്ങൾ ഈ പറയുന്ന അഴിമുഖം, തുറമുഖത്തൊക്കെ എന്താണ് ആ വേവ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് വാട്ടേഴ്സ് യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഹാർബർ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ടാവും, ട്രാൻസ്പോർട്ടേഷൻ ബ്രേക്ക് വാട്ടേഴ്സ്. ഓക്കെ, പിന്നെ ബീച്ച് നൊറിഷ്മെൻ്റ് ഉണ്ട്. ബീച്ച് നൊറിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ നമ്മൾ മണ്ണ് കൊണ്ടിടും അവിടെ, അതിനാണ് ബീച്ച് നൊറിഷ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കടൽ ഭിത്തികൾ കെട്ടും നമ്മൾ. ഓക്കെ, മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവിടെ പ്ലാന്റ് ആണ്. മാൻഗ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കണ്ടൽ കാടുകൾ. ഓക്കെ, കണ്ടൽ കാടുകളൊക്കെ ഒരു പരിധി വരെ എറോഷൻ തടയുന്ന ഒരു കാര്യമാണ്. പിന്നെ കോർസ്, അവിടുത്തെ സോഫ്റ്റ് എഞ്ചിനീയറിംഗിലാണ്. കോറൽ റീഫിനെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, കോറൽ റീഫിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല, അത് പ്രൊട്ടക്റ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടുത്തെ കാൽഷ്യം കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാകുന്നതാണ് കോറൽസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ ലക്ഷദ്വീപ്, ആൻഡമാൻ നിക്കോബാറിലൊക്കെ ഉണ്ടാകുന്ന കോറൽ റീഫ്സ് ഇതാണ്. ഓക്കെ, ഇതൊരു സ്ട്രക്ചറൽ മാതിരി നിൽക്കും. ഇനി ഹാർഡ് എഞ്ചിനീയറിങ്ങിലോട്ട് വരുവാണെങ്കിൽ നമ്മൾ സീ വാള്, കടൽ ഭിത്തി, കോൺക്രീറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ റോക്ക് വെച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, മനസ്സിലായോ? അവിടെ ബീച്ച് നഷ്ടപ്പെടും. ഇത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബീച്ച് ഉണ്ടാവില്ല. മനസ്സിലായോ? എൻക്രോച്ച്മെൻറ്റ് വളരെ കൂടുതലാവുന്ന കടലിലാണ് നമ്മൾ എന്ത് വയ്ക്കുന്നത്, കടൽ ഭിത്തിയൊക്കെ കെട്ടുന്നത്. ക്ലിയർ? പിന്നെ ഗേബിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഷിൻ്റെ അകത്ത് കല്ല് വെക്കുന്നതിന് ഗേബിയൻസ് എന്ന് പറയുന്നത്. അതെ. ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഹാർബറിലൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാകുന്നത്. എന്താണ് ഹാർബറിൽ? അവിടുത്തെ ആ വേവ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബ്രേക്ക് വാട്ടർ കെട്ടുന്നത്. പറഞ്ഞാൽ വേവ് വരുന്ന റീജിയനിൽ അവിടെ നമ്മൾ റൗണ്ട് ചെയ്ത് കെട്ടും. ഓക്കെ, അത്രയും ഭാഗത്ത് വേവ് ഉണ്ടാവില്ല. വേവ് ഉണ്ടായില്ലെങ്കിൽ അത്രയും ഭാഗത്ത് എറോഷൻസ് ഉണ്ടാവില്ല. ഇതാണ് ബ്രേക്ക് വാട്ടർ എന്ന് പറയുന്നത്. കണ്ടോ, ഇത് കൂടുതലും എവിടെയാണ് കെട്ടുന്നതെന്ന് പറഞ്ഞാൽ കടൽ ഏതിലാണ്? ഹാർബറിലാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ബ്രേക്ക് വാട്ടർ അതിൻ്റെ തൊട്ട് മുന്നേ വേവ്സ് ഉണ്ടാവും, അങ്ങോട്ട് പിന്നെ വേവ് ഉണ്ടാവില്ല. കാര്യം നമ്മൾ കപ്പലിലൊക്കെ വന്ന് ഹോൾഡ് ചെയ്യുന്ന സമയത്ത് വേവ് ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അത് സ്റ്റാൻഡ് ബൈ ആയിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ കടലിലെ വേവ്സ് എല്ലാം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ഈ കാര്യങ്ങൾ. പിന്നെ റോക്കിട്ടാ പോകും. നിങ്ങൾ വിഴിഞ്ഞത്തൊക്കെ പോകുമ്പോൾ അവിടെ ഇത് കെട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ, ചുറ്റും കെട്ടി വെച്ചിട്ടുണ്ടാവും. അതാണ് ബ്രേക്ക് വാട്ടർ. അവിടെ വന്ന് അതിൻ്റെ ഇപ്പുറത്തോട്ട് നിങ്ങൾ നോക്കിയാൽ അത് വേവ്സ് ഉണ്ടാവില്ല, ശാന്തമായിട്ട് കിടക്കും. പിന്നെ ഗ്രോയിൻസ് ഒക്കെയാണ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി കെട്ടുന്നതായിരിക്കും. ഇതും ഇതേപോലെ ഹൊറിസോണ്ടലി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കും. ഇത് നമുക്ക് കോമൺലി കാണുന്നതാണ് ഗ്രോയിൻസ് എന്ന് പറയുമ്പോൾ. നമ്മൾ ഇവിടുത്തെ ഉണ്ടല്ലോ, കോഴിക്കോടുണ്ട്, മിക്കവാറുമുള്ള ബീച്ചസിൽ ഇതുണ്ട്. ഗ്രോയിൻസ് റൈറ്റ് ആംഗിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ തീരത്തിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്. ഇതിൽ കൂടെ നടന്ന് നടുക്കൂലോട്ടൊക്കെ പോയി നിൽക്കാം. നമ്മളെ ഇവിടെ ഉണ്ടാവും. ആലപ്പുഴ ഉണ്ട്. അതേപോലെ ഇവിടെ ട്രിവാൻഡ്രത്താണെങ്കിൽ പെരുമാതുറയിലുണ്ട്. സൈഡിൽ കൂടെ ഉണ്ടാവുന്ന വേവ് വരില്ല. സൈഡിൽ കൂടെ അത്രയും വേവ്സ് കാര്യങ്ങളും ഒന്നും ജനറേറ്റ് ആവില്ല. ഓക്കെ, ക്ലിയർ? ശരി, അപ്പോൾ ഇനിയിപ്പോൾ നാളെ കണ്ടിന്യൂ ചെയ്യാം. ആണോ? ശരി. ഓക്കെ.